Good morning. Okay. നമ്മള് ഹോസ്പിറ്റൽ എമർജൻസി കോഡ് ആണല്ലേ പഠിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, എല്ലാവരെയൊക്കെ വായിച്ചു പോകുന്നില്ലേ? നമ്മുടെ ലാസ്റ്റ് സെക്ഷനിലെത്തി. നമുക്ക് അധികം ഇല്ല, കുറച്ചേ ഉള്ളൂ. നമ്മൾ ഇവിടെ വരെയാണ് കോഡ് ആംബർ വരെയല്ല നമ്മൾ പറഞ്ഞു നിർത്തിയത്. മിസ്സിംഗ് ഇൻഫന്റ് ഓർ ചൈൽഡ് അല്ലേ? അതെ. പിന്നെ അത് നമ്മള് ആംബർ എന്ന് പറഞ്ഞ കോഡ് അത് പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ. കോഡ് യെല്ലോയും ആംബറും ഞാൻ പറഞ്ഞത് നോട്ട് ചെയ്ത് വെച്ചേക്കണം. അത് രണ്ടും ചോദിക്കാറുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാൻ വേണ്ടി തന്നെ കോഡ് യെല്ലോ എന്ന് പറഞ്ഞാൽ മിസ്സിംഗ് പേഷ്യന്റ് എന്ന് തന്നെ പറയുന്നത് കേട്ടോ. കോഡ് യെല്ലോ മിസ്സിംഗ് പേഷ്യന്റ്. അതില് എസ്പെഷ്യലി പറയുകയാണ് കുട്ടികളാണെങ്കിൽ അല്ലെ, മിസ്സിംഗ് ഇൻഫന്റ് അല്ലെങ്കിൽ ചൈൽഡ് അങ്ങനെയാണെങ്കിൽ കോഡ് ആംബർ എന്നാണ് പറയുന്നത്. കോഡ് ആംബർ പറയും. അപ്പൊ നമുക്ക് കുട്ടിയാണെന്നുള്ളത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ വലിയ ആൾക്കാരാണെങ്കിൽ അതല്ലെങ്കിൽ എന്താ പറയാ, കുട്ടികളാണെങ്കിൽ കുറച്ചും കൂടി നമ്മൾ ആ ഒരു അവർക്ക് തന്നെ ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പൊ അതുകൊണ്ട് കുറച്ചും കൂടി ഒരു ഇതാവാൻ വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് ആ രണ്ട് കളറുകൾ കൊടുത്തേക്കുന്നത്. ആംബർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, യെല്ലോയിൽ നിന്ന് കുറച്ചും കൂടി ഇതായിട്ട് ഒരു ഗോൾഡൻ യെല്ലോ കളർ. ചെറിയൊരു ഡിഫറൻസ് മാത്രമേ കളറിന് വരുന്നുള്ളൂ. എങ്കിൽ പോലും രണ്ട് കളറായിട്ട് തന്നെയാണ് ആ രണ്ട് കേസുകളും ആ രണ്ട് സംഭവങ്ങളും പറയുന്നത് കേട്ടോ. കോഡ് യെല്ലോ മിസ്സിംഗ് പേഷ്യന്റും കോഡ് ആംബർ മിസ്സിംഗ് ഇൻഫന്റ് ഓർ ചൈൽഡ് അല്ലെ. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്, ഒരു കുട്ടി അല്ലെങ്കിൽ മിസ്സാവുകയാണ് അല്ലെ, അതിന് ഒരു കുഞ്ഞു കുട്ടി മിസ്സാവാണ് ആണെങ്കിൽ നമ്മൾ എന്തെന്ന് ആദ്യം വിചാരിക്കാം, അവര് തന്നെ ഓടിപ്പോകില്ല എന്തായാലും അല്ലെ. അപ്പൊ അവര് തട്ടിക്കൊണ്ടുപോയി എന്ന് തന്നെയാണ് നമ്മൾ അത് അനുമാനിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഉടനടി തന്നെ കോൾ ചെയ്യണം. എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയണം. എന്തൊക്കെ കാര്യങ്ങളാണ് പറയേണ്ടത്? യൂണിറ്റ് അല്ലെങ്കിൽ ഏരിയ, ഏത് യൂണിറ്റിൽ നിന്നാണ് ഏത് ഏരിയ എന്നാണ് കുട്ടീനെ കാണാതെ ആയത് അല്ലെ. ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഇൻഫന്റ് ഓർ ചൈൽഡ് എന്നാ ആ കുട്ടീനെ കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ അല്ലെ. ആ കുട്ടീനെ തിരിച്ചറിയാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളോ അങ്ങനെ പറയണം. പിന്നെ അതിനകത്ത് ടൈം ലൊക്കേഷൻ ഓക്കെ അത് വേണം. മൂന്നാമത്തെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ക്ലോത്തിങ് അല്ലെ. അവർ ഏത്, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഏത് വസ്ത്രമാണ് ആ കുട്ടി ധരിച്ചിരുന്നത്, ആ സമയത്ത് ഏത് വസ്ത്രമാണ് ധരിച്ചിരുന്നത് എന്നുള്ള പറയണം. ടൈം അതും പറയണം, എത്ര സമയത്താണ്. ആ ടൈം വെച്ചിട്ട് നമുക്ക് പറയാം. അധികം സമയമാണെങ്കിൽ ആ ചുറ്റുവട്ടത്ത് തന്നെ കാണൂല്ലേ, ഒത്തിരി ദൂരേക്കൊന്നും പോകാനുള്ള ചാൻസ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ആ ടൈം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടൈമും ആൻഡ് ലൊക്കേഷൻ, ലാസ്റ്റ് സീൻ അവസാനം കണ്ട ആ ലൊക്കേഷനും, ഇന്ന സ്ഥലത്ത് ലാസ്റ്റ് ഇത്ര സമയത്താണ് കണ്ടത്, ആ കുട്ടീനെ കണ്ടത് എന്നുള്ളത് അത് പറയണം. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്, ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പേഴ്സൺ ലാസ്റ്റ് സീൻ വിത്ത് ദ ഇൻഫന്റ് ഓർ ചൈൽഡ്. ആ കുട്ടി അവസാനമായിട്ട് കണ്ടപ്പോ ആരുടെ കൂടെ ആയിരുന്നു അല്ലെ. കുട്ടിയോടൊപ്പം അവസാനമായി കണ്ട ആ വ്യക്തി ഇന്ന ആളുടെ കൂടെ ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് നിൽക്കുന്നത് കണ്ടു എന്ന് തന്നെ വ്യക്തമായിട്ട് പറയണം. അപ്പൊ അയാളെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമുക്ക് ചോദിച്ച് നമുക്ക് എന്താന്ന് വെച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വളരെ ഹെൽപ്ഫുൾ ആണ് അല്ലെ. അപ്പൊ ലാസ്റ്റ് ആ കുട്ടിയോടൊപ്പം കണ്ട വ്യക്തി അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷനും പറയണം. ഇനി എന്നിട്ട് എന്താ പറഞ്ഞേക്കുന്നത്, അപ്പൊ ഉടനടി തന്നെ സെക്യൂരിറ്റി ലോക്ക്ഡൌൺ പറയണം അല്ലെ. ലോക്ക്ഡൌൺ പ്രൊസീജിയർ ഇപ്പൊ എല്ലാ ഏരിയയൊക്കെ അടച്ചിടണം നമ്മൾ പെട്ടെന്ന് തന്നെ അല്ലെ. പുറത്തേക്ക് അഥവാ ആ തട്ടിക്കൊണ്ടുപോയ ആളുകള് പുറത്തേക്കൊക്കെ പോകാതിരിക്കാൻ വേണ്ടി എല്ലാ ഗേറ്റുകളൊക്കെ ക്ലോസ് ചെയ്യണം. അങ്ങനെ ലോക്ക്ഡൌൺ പ്രൊസീജിയർ ആരംഭിക്കണം. ദ സ്റ്റാഫ് ഫ്രം അതർ ഏരിയ. അപ്പൊ എന്നിട്ട് എന്ത് ചെയ്യുന്നു, മറ്റുള്ള ഏരിയയിലുള്ള സ്റ്റാഫുകള് ആ അന്വേഷിക്കാൻ കൂടെ കൂടും അല്ലെ. സെർച്ചിന് അവരൊക്കെ അന്വേഷിക്കും. എന്തെങ്കിലും കണ്ടെത്തുവാണെങ്കിൽ എന്ത് ചെയ്യണം, പെട്ടെന്ന് തന്നെ ആ കുട്ടീനെ അവരെങ്കിലും കണ്ടെത്തുവാണെങ്കിൽ അപ്പോ ആ സ്റ്റാറ്റസ്, ലൊക്കേഷൻ എല്ലാം റിപ്പോർട്ട് ചെയ്യണം. ക്ലിയർ ആവുന്നില്ലേ നിങ്ങൾക്ക്? അത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കേട്ടോ. ഓക്കെ, ഇനി കോഡ് ഗ്രീൻ ആണ് ഇന്റേണൽ ഇവാക്വേഷൻ. ഇവാക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ഒഴിപ്പിക്കുക. എന്തെങ്കിലും വലിയ വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അപ്പൊ ആ ഏരിയയിൽ നിന്ന് ആളുകളെ കൂട്ടമായി, അതൊരു കൂട്ടം സംഭവത്തെയാണ് ശരിക്കും നമ്മൾ ഇന്റേണൽ ഇവാക്വേഷൻ എന്ന് പറയുന്നത്. ഒരു കൂട്ടം, ഒരാൾക്ക് വന്നതോ അല്ലെങ്കിൽ രണ്ടാൾക്ക് വന്ന ഒരു സംഭവമല്ല, ഒരു കൂട്ടം ഒരു സംഭവമാണ്, ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻസിഡൻസ്. അതാണ് ആ ഇന്റേണൽ ഇവാക്വേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കിക്കോട്ടോ, കോഡ് ഗ്രീൻ. അപ്പൊ അതിനകത്ത് ചോദിക്കാട്ടോ, കോഡ് ഗ്രീൻ ഇൻഡിക്കേറ്റ്സ് ഡാഷ്. എന്താണ്? ഇന്റേണൽ ഇവാക്വേഷൻ. Hospital tend to use code green along with the other code as it indicates that the hospital is activating an emergency operation.
പ്ലാൻ. ഈ ഹോസ്പിറ്റലുകള് എന്താണ് tend to use code green along with the other code. മറ്റു കോഡുകളുടെ ഒപ്പം തന്നെ ഈ കോഡും പരിപാലിക്കുന്നു, കോഡ് ഗ്രീനും പരിപാലിക്കുന്നു. എന്ന് വെച്ചാൽ പരിപാലിക്കുക എന്നുള്ളതാട്ടോ, അത് ചെയ്യുന്നു. എന്താന്ന് നോക്കിയേ, ആസ് ഇറ്റ് ഇൻഡിക്കേറ്റ് ഡാസ്, ഈ കോഡ് ഗ്രീൻ എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ദാറ്റ് ദ ഹോസ്പിറ്റൽ ഈസ് ആക്ടിവേറ്റിംഗ് ആൻ എമർജൻസി ഓപ്പറേഷൻ പ്ലാൻ. കണ്ടോ, ഒരു ഹോസ്പിറ്റല് ഒരു എമർജൻസി ഓപ്പറേഷൻ പ്ലാൻ സജീവമാക്കുന്നു എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. എന്താണ് സൂചിപ്പിക്കുന്നത്? ഹോസ്പിറ്റൽ ഈസ് ആക്ടിവേറ്റിംഗ് ആൻ എമർജൻസി ഓപ്പറേഷൻ പ്ലാൻ. ഒരു അടിയന്തരമായിട്ടുള്ള ഒരു എമർജൻസി ഓപ്പറേഷൻ പ്ലാൻ അവിടെ ആക്ടിവേറ്റ് ചെയ്യുന്നു, സജീവമാക്കുന്നു എന്നാണ് ശരിക്കും ഈ കോഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എക്സാമ്പിൾ അവിടെ താഴെ പറയുന്നുണ്ട്, അത് കുറച്ചുകൂടി ഇതാ, അതൊന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. ഇറ്റ് ഇൻഡിക്കേറ്റ് ദാറ്റ് ദ ഹോസ്പിറ്റൽ ഈസ് activating an emergency operation plan. Some hospitals use a code green to indicate a mass casualty events. ഇനി ചില ഹോസ്പിറ്റല് ഈ കോഡ് ഗ്രീൻ എന്തിനെയാ സൂചിപ്പിക്കുന്നത്? മാസ് എന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പ് അല്ലെ, ഒരു കൂട്ടം സംഭവങ്ങൾ, അത്യാഹിത സംഭവങ്ങൾ, ഒരു കൂട്ടം അപകട സംഭവത്തെ സൂചിപ്പിക്കാനാണ് ഈ ഹോസ്പിറ്റലില് ചില ഹോസ്പിറ്റലുകൾ കോഡ് ഗ്രീൻ ഉപയോഗിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞു, ഒരാൾക്ക് വന്ന ഒരു കാര്യമല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ ബാധിക്കുന്ന എന്തെങ്കിലും സംഭവങ്ങൾ അതിനെ സൂചിപ്പിക്കാനാണ് ഈ കോഡ് ഗ്രീൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. Some hospital use a code green to indicate a mass casualty event. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്, ഒരു കൂട്ടം സംഭവങ്ങൾ, ഒരു കൂട്ടം അപകട സംഭവങ്ങളെ സൂചിപ്പിക്കാനാണ് ഹോസ്പിറ്റല് കോഡ് ഗ്രീൻ ഉപയോഗിക്കുന്നത്. such as multiple survivor of mass shooting arriving at the hospital for treatment. എന്താ എക്സാമ്പിൾ നോക്കിയേ, ഒരു കൂട്ട വെടിവെപ്പ് ഉണ്ടായി, മാസ് ഷൂട്ടിംഗ് ഒരു മാസ് ഷൂട്ടിംഗ് ഒരു കൂട്ട വെടിവെപ്പ് ഉണ്ടായി. അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെട്ട കുറെ ആളുകള്, ഒരു കൂട്ടം ആളുകള് അങ്ങനെ അവര് ട്രീറ്റ്മെന്റിനായി ഹോസ്പിറ്റൽ എത്തുന്നു. അപ്പൊ അവർക്ക് ഒത്തിരി സജ്ജീകരണങ്ങൾ നമ്മൾ ചെയ്യണ്ടേ. ഒരാളാണെങ്കിൽ കുഴപ്പമില്ല, ഒരു കൂട്ടം ആളുകള് ഇപ്പൊ നമ്മളിപ്പോ വയനാട് ദുരന്തം അതൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ അവിടെ ഒരു കൂട്ടം ആളുകൾക്കാണ് പരിക്കുകൾ ഒരേ സമയം പറ്റിയത് അല്ലെ, അല്ലെങ്കിൽ ഒരു തീപിടുത്തം ഉണ്ടായി. അപ്പൊ ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് വരുന്നത്, ഒരു തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് ആ ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് വരുന്നത്. അപ്പൊ ഹോസ്പിറ്റലിന് അവിടുത്തെ സ്റ്റാഫുകൾക്ക് മുന്നറിയിപ്പ് കൊടുക്കാനാണ് ഈ കോഡ് ഗ്രീൻ ഉപയോഗിക്കുന്നത്. മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക്? അതായത് ഇങ്ങനെ എന്തെങ്കിലും, അപ്പൊ നമുക്ക് അതിനനുസരിച്ചുള്ള സജ്ജീകരണങ്ങൾ നമുക്ക് അവിടെ ചെയ്തു കൊടുക്കണം അല്ലെ. കുറച്ചും കൂടി സ്റ്റാഫുകള് കെയർ ചെയ്യണം, കുറച്ചും കൂടി സാധനങ്ങൾ വേണ്ടി വരും, എല്ലാ സംവിധാനങ്ങളും കുറച്ചും കൂടി ശരിയാക്കി വെക്കേണ്ടി വരാം. അപ്പൊ അവർക്കൊരു എന്താ പറയാ, സ്റ്റാഫുകൾ ഒരു കൂട്ടം ആളുകള് ട്രീറ്റ്മെന്റിന് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട് എന്നത് സൂചിപ്പിക്കാനായിട്ട് ചില ഹോസ്പിറ്റലുകളിൽ ഇങ്ങനെ ഈ കോഡ് ഗ്രീൻ ഉപയോഗിക്കുന്നുണ്ട്. The code may include a description of mass casualty scenario as well as information about which emergency operation plan that code activate. The code may include, ഈ കോഡിൽ എന്താ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നേ, വൻതോതിലുള്ള ഒരു അപകട സാധ്യത അല്ലെ, ഒരു അപകടത്തിന്റെ വിവരണം, ഒരു വലിയ തോതിലുള്ള അപകടത്തിന്റെ വിവരണം. ഓക്കെ, the code may include a description of a mass casualty scenario. രംഗങ്ങള്, ഘട്ടങ്ങള്, സെനാരിയോ എന്ന് പറഞ്ഞാൽ രംഗങ്ങള്, ഘട്ടങ്ങള്. ഒരു കൂട്ടം അപകട സംഭവത്തിന്റെ വിവരണങ്ങളാണ് ഈ കോഡ് ഗ്രീനില് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അണ്ടർലൈൻ ചെയ്തോട്ടോ ആ സെന്റൻസ്. ചെയ്തു എങ്കിലും ഒന്നുകൂടി നോട്ട് ചെയ്തു. as well as the information about which emergency operation plan that code activate. കോഡ് സജീവമാക്കുന്ന ഒരു എമർജൻസി ഓപ്പറേഷൻ പ്ലാനിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെട്ടേക്കാം. അപ്പൊ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നമ്മൾ അവിടെ ചെയ്യേണ്ടത് അല്ലെ, എമർജൻസി ഓപ്പറേഷൻ പ്ലാൻ അതിന്റെ ഒരു ആസൂത്രണവും ഈ കോഡ് സജീവമാക്കാം. അപ്പൊ എന്തൊക്കെയാണെന്നുള്ള ഒരു ഇൻഫർമേഷൻ കൂടി അതിന്റെ ഒപ്പം തന്നെ
ഒരു മാസ് കാഷ്വാലിറ്റി ഇവന്റും പറയുന്നുണ്ട്. അതിന്റെ ഒപ്പം തന്നെ എന്താണ് ഇൻഫർമേഷൻ എബൌട്ട് വിച്ച് എമർജൻസി ഓപ്പറേഷൻ പ്ലാൻ, ഏത് എമർജൻസി ഓപ്പറേഷൻ പ്ലാൻ ആണ് അവിടെ സജീവമാക്കേണ്ടത് എന്നുള്ളതും ഈ കോഡ് എന്ത് ചെയ്യുന്നു, ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ക്ലിയർ ആവുന്നുണ്ടോ? എന്നാലേ നമുക്ക് അതിനനുസരിച്ചുള്ള കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഏത് ടൈപ്പ്, വിച്ച് എമർജൻസി ഓപ്പറേഷൻ, കണ്ടോ, ഏത് തരത്തിലുള്ള എമർജൻസി ഓപ്പറേഷൻ പ്ലാൻ ആസൂത്രണമാണ് നമ്മൾ അവിടെ, അതിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷനും കൂടി ഈ കോഡ് അതിന്റെ ഒപ്പം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അതിനെ നമ്മൾ 3 ലെവലിലായിട്ടാണ് തിരിച്ചേക്കുന്നത്. ഇത് 3 ലെവലും ഒന്ന് നോട്ട് ചെയ്തു കേട്ടോ അവിടെ. ലെവൽ 1, ലെവൽ 2, ലെവൽ 3. ലെവൽ 1 എന്ന് പറഞ്ഞ ഹൊറിസോണ്ടൽ ഇവാക്വേഷൻ ആണ്. ഇപ്പൊ ഒരു ഫയർ ഉണ്ടായി, അപ്പൊ 2 സിറ്റുവേഷൻ പറയുന്നുണ്ട് കേട്ടോ നമ്മള്. ഒരു കൂട്ടം ഒഴിപ്പിക്കല്, ഇപ്പൊ ഹോസ്പിറ്റലിന്റെ വലിയൊരു തീപിടുത്തം ഉണ്ടായി, ആ ഏരിയയിലുള്ള മൊത്തം ആളുകളെ ഒഴിപ്പിക്കണ്ടേ അല്ലെ? ആ ഒരു സെക്ഷനിലുള്ള ആളുകളെ ഒഴിപ്പിക്കണം. ആ ഒരു ഏരിയ ഒരാളെ മാത്രം 2 ആളെ മാത്രം മാറ്റിയാൽ പോരാ. അപ്പൊ അങ്ങനെയുള്ളതിലും പിന്നെ നമ്മൾ എന്തെങ്കിലും വലിയൊരു അപകടമൊക്കെ ഉണ്ടായി ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ഒരുമിച്ച് എത്തുവാണെങ്കിലും ഈ കോഡ് ഗ്രീൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്, കോഡ് ഗ്രീൻ സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ ഇതിനകത്ത് നമുക്ക് പറഞ്ഞേക്കുന്നത് അവർ ആസൂത്രണം ചെയ്യുന്ന ഒരു പ്ലാൻ, നമ്മളൊരു എന്താ പ്ലാൻ ആണ് ആസൂത്രണം ചെയ്യുന്നത്, ആ ഒരു ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ അവർ കൊടുക്കുന്ന 3 ലെവലിലായിട്ടാണ് കൊടുക്കുന്നത്. ഇവാക്വേഷൻ നടത്തുന്ന, അവരെ ഒഴിപ്പിക്കുന്നത് 3 രീതിയിലാണ്. അതിനെക്കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യണം. ലെവൽ 1 എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ഇവാക്വേഷൻ, തിരശ്ചീനമായിട്ടുള്ള ഒഴിപ്പിക്കല്, ഹൊറിസോണ്ടൽ ഇവാക്വേഷൻ ലെവൽ 1. ലെവൽ 2 വെർട്ടിക്കൽ ഇവാക്വേഷൻ, വെർട്ടിക്കൽ ആയിട്ട് എങ്ങനെയാ, വെർട്ടിക്കൽ നേരെ അത് പറയുന്നുണ്ട് കേട്ടോ ഡീറ്റെയിൽ. അടുത്തതാണ് ലെവൽ 3 ടോട്ടൽ ഇവാക്വേഷൻ, മൊത്തത്തില് ഒഴിപ്പിക്കുക. അങ്ങനെ 3 രീതി അവർ ചെയ്യണം കേട്ടോ. അതിനകത്ത് നോക്കിയേ, ലെവൽ 1 എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ഇവാക്വേഷൻ ആണ്. ഹൊറിസോണ്ടൽ തിരശ്ചീനമായ ഒഴിപ്പിക്കൽ. എങ്ങനെയാണ് ഹൊറിസോണ്ടൽ ഇവാക്വേഷൻ മീൻസ്, അങ്ങനെ ചോദിക്കാം. ഹൊറിസോണ്ടൽ ഇവാക്വേഷൻ മീൻസ് ഇവാക്വേറ്റ്, എങ്ങനെയാ അവരെ ഒഴിപ്പിക്കുന്നത്, ഓൾ അഫക്റ്റഡ് പേഴ്സൺ beyond the fire separation door to an adjacent safe area on the same floor. ശ്രദ്ധിച്ചേ, ആ ഫ്ലോറിൽ തന്നെ അവരെ മാറ്റണം. ആ ഒരു സെയിം ഫ്ലോറിൽ തന്നെ, ഇപ്പൊ ഒരു 2ാമത്തെ നിലയിലാണ് സംഭവം ഉണ്ടായത്, അല്ലെങ്കിൽ ഒരു 5ാമത്തെ നിലയിലാണ് ഈ സംഭവം ഫയർ ഉണ്ടായത്. അപ്പൊ ആളുകൾ എന്താ ചെയ്യുന്നത്, ആ 5ാമത്തെ നിലയിൽ തന്നെ അഡ്ജസ്റ്റന്റ്, അതിനോട് ആ ഒരു സംഭവം ഉണ്ടായ ഒരു ഡിപ്പാർട്ട്മെന്റ്, ആ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ അതിനോട് ചേർന്നുള്ള അഡ്ജസ്റ്റന്റ് ഏരിയയില് ആ സെയിം ഫ്ലോറിലെ തൊട്ടടുത്തുള്ള ഏരിയയിലേക്ക്, അതായത് എന്താണ് ബിയോണ്ട്, അപ്പുറത്ത് ഫയർ സെപ്പറേഷൻ ഡോർ, അതിന്റെ അപ്പുറത്തേക്ക്, ആ ഒരു സെക്ഷന്റെ അപ്പുറത്തേക്ക് അവരെ മാറ്റുന്നു. കണ്ട, അഫക്റ്റഡ് പേഴ്സൺ, അത് അഫക്റ്റ് ചെയ്യുന്ന വ്യക്തികളെ മാറ്റുക ചെയ്യുന്നത്. അതായത് 5ാമത്തെ നിലയിൽ തന്നെ എന്താ പറയാ, തൊട്ടടുത്ത അതിനോട് ചേർന്നുള്ള ആ ഒരു സംഭവം നടന്നില്ലേ, അതിനോട് ചേർന്നുള്ള സേഫ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് മാറ്റുന്നു. അതാണ് ഹൊറിസോണ്ടൽ ഇവാക്വേഷൻ എന്ന് പറയുന്നത്. Okay, evacuate all affected person beyond the fire separation door. ഇവിടെ ഇപ്പൊ തീപിടുത്തമുണ്ടായി, ആ ഡോറിന്റെ അവിടെ നിന്ന് അതിന്റെ തൊട്ടടുത്തുള്ള ഏരിയയിലേക്ക് സെയിം ഫ്ലോർ, അതൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ. ആ സെയിം ഫ്ലോറിൽ തന്നെ 5ാമത്തെ നിലയിൽ തന്നെ അവര് തൊട്ടടുത്തുള്ള ഏരിയയിലേക്ക് സേഫ് ആയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി 2ാമത്തെ ലെവൽ 2 എങ്ങനെയാന്ന് നോക്കിയേ. Vertical evacuation, evacuate all affected person to another floor. അവരെങ്ങനെയാ മാറ്റുന്നേ, ഇത് അഫക്ട് ചെയ്ത ആളുകളെ അടുത്ത ഫ്ലോറിലേക്ക് മാറ്റുന്നേ. ആ ഫ്ലോറിലല്ല, അടുത്ത ഫ്ലോറിലേക്ക് മാറ്റും. പ്രിഫറബിളി 2nd floor down. അതായത് നോക്കിയേ, 2nd floor down, ഒരു 2 നില താഴേക്ക്. 5ാമത്തെ ഫ്ലോറിലാണ് അപകടം നടന്നെങ്കിൽ 2 നില, അപ്പൊ 4 കഴിഞ്ഞ് 3 കഴിഞ്ഞ് ചിലപ്പോ എന്താ പറയാ 2ാമത്തെ നിലയിലേക്കൊക്കെ അവരെ മാറ്റാം. അതായത് 2 ഫ്ലോർ താഴേക്ക് മാറ്റും കേട്ടോ. അത് 2 നില താഴേക്ക് മാറ്റും, അത്രയും സുരക്ഷിതമായിട്ട് മാറ്റും. തൊട്ടടുത്തുള്ള നിലയിലേക്കല്ല, ഇപ്പൊ 4th ഫ്ലോറിലേക്ക് മാറ്റൂല, എന്താ 2 നില താഴേക്ക് മാറ്റും. മനസ്സിലായോ? വെർട്ടിക്കൽ ഇവാക്വേഷൻ, ഇവാക്വേറ്റ് ഓൾ അഫക്റ്റഡ് പേഴ്സൺ ടു അനദർ ഫ്ലോർ, വേറെ ഫ്ലോറിലേക്കാണ് മാറ്റുന്നത്. പ്രിഫറബിളി താരതമ്യേന എങ്ങനെയാണ് ചെയ്യാറ്, 2 നില താഴേക്ക് മാറ്റും.
ഇനി ലെവൽ 3 ഒന്ന് നോക്കിയേ, ടോട്ടൽ ഇവാക്വേഷൻ, മൊത്തത്തിൽ ഇവാക്വേറ്റ് ചെയ്യുക. അപ്പൊ അത് എങ്ങോട്ടായിരിക്കും? ആ ഒരു ആ ബിൽഡിങ്ങിൽ തന്നെ മാറ്റണം അല്ലെ? അല്ലെ? ടോട്ടൽ ഇവാക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇവാക്വേറ്റ് ഓൾ പേഴ്സൺ ഫ്രം ബിൽഡിംഗ്, ഫ്രം ദ ബിൽഡിംഗ് റിമെയിൻ ഇൻ യുവർ അസൈൻഡ് ഏരിയ ഫോർ ഇൻസ്ട്രക്ഷൻ. അല്ലെ? അതായത് ആ ഒരു ബിൽഡിങ്ങിൽ തന്നെ വേറൊരു ബിൽഡിങ്ങിലേക്ക് തന്നെ മാറ്റേണ്ടി വരും. ആ ശേഷിക്കുന്ന എല്ലാ ആളുകളെയും അല്ലെ, അത് എല്ലാ അതവിടെ അതിനകത്ത് അത് അഫക്ട് ചെയ്ത എല്ലാ ആളുകളെയും എന്താ ആ ബിൽഡിങ്ങിൽ തന്നെ മാറ്റണം. ക്ലിയർ ആയില്ലേ? ആ ബിൽഡിങ്ങിൽ തന്നെ മാറ്റേണ്ടി വരും. അതാണ് ലെവൽ 3 എന്ന് പറയുന്നത്. ലെവൽ 1, ലെവൽ 2, ലെവൽ 3. ലെവൽ 1ലാണെങ്കിൽ സെയിം ഫ്ലോറിൽ തന്നെ തൊട്ടടുത്തുള്ള ഏരിയയിലേക്ക് അഫക്റ്റഡ് ആയിട്ടുള്ള ആളുകളെ മാറ്റണം. ലെവൽ 2ലാണെങ്കിൽ എങ്ങനെ പറഞ്ഞേക്കുന്നത്, ആ ഫ്ലോറിൽ നിർത്താൻ പാടില്ല അവരെ. താരതമ്യേന 2 ഫ്ലോർ താഴേക്ക് അഫക്റ്റ് സംഭവിച്ച ആളുകളെ ഒഴിപ്പിക്കണം. ലെവൽ 3ലാണെങ്കിൽ അവിടെ ഒന്നും നിർത്താൻ പറ്റില്ല, ആ ബിൽഡിങ്ങിൽ തന്നെ വേറെ സ്ഥലത്തേക്ക് മാറ്റണം. ക്ലിയർ അല്ലേ 3 ലെവലുകള്? ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടെ, അവിടെ സൈഡിൽ നോട്ട് ചെയ്തിട്ടേക്കാം. ക്ലിയർ ആണ്. ഇനി നോക്കിയേ നെക്സ്റ്റ് വൺ. ബോറടിക്കണ്ട, ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ തീരാറൊക്കെ ആയാലും ഇല്ല. ഓക്കെ, തീരാറായി എന്ന സന്തോഷമായിരിക്കും അല്ലെ? തീർന്നല്ലോ എന്ന് ആണോ? സന്തോഷമുണ്ട് ഒരു തരത്തിൽ അല്ലെ? വേഗം കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ക്ലാസ് തീരുന്നതിന്റെ ഒരു ചെറിയ സങ്കടം ഉണ്ടാവും അല്ലെ? ചിലര് എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നാൽ മതി എന്ന് വിചാരിക്കുന്നവരും ഉണ്ടാവും. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്താണ് നോക്കി അടുത്തത്, when to activate an emergency response code. നമുക്ക് ഈ ഒരു എമർജൻസി റെസ്പോൺസ് കോഡ് എങ്ങനെ നമുക്ക് സജീവമാക്കാം, ആക്ടിവേറ്റ് ചെയ്യാം? ഓക്കെ, when to എപ്പോഴാണ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നത്, എപ്പോൾ നമുക്ക് അത് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, when to activate an emergency response code. എമർജൻസി റെസ്പോൺസ് കോഡ് നമുക്ക് എപ്പോൾ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും? An emergency response code will be initiated when any of the above emergency situation will occur. ചുമ്മാ നമുക്ക് കോഡ് പറയാൻ പറ്റുമോ? ചുമ്മാ കോഡ് പറയാൻ പറ്റൂല അല്ലെ? ഈ നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞില്ലേ, ഇങ്ങനെ മോളി പറഞ്ഞിട്ടുള്ള എമർജൻസി സിറ്റുവേഷൻ ആരംഭിക്കുമ്പോൾ നമുക്ക് ഈ എമർജൻസി റെസ്പോൺസ് കോഡ് ആരംഭിക്കാൻ പറ്റും. ഈ മോളി പറഞ്ഞ ഏത് എമർജൻസി സിറ്റുവേഷനും ഉണ്ടാവുകയാണെങ്കിലും നമുക്ക് ഒരു എമർജൻസി റെസ്പോൺസ് കോഡ് ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. An emergency response code will be initiated when any of the above emergency situation will occur. അപ്പോൾ ഈ പറഞ്ഞേക്കുന്ന എല്ലാ എമർജൻസി സിറ്റുവേഷനും വരുവാണെങ്കിലും നമുക്ക് ഈ എമർജൻസി കോഡ് ആരംഭിക്കാൻ പറ്റും, റെസ്പോൺസ് കോഡ് ആരംഭിക്കാൻ പറ്റും. Who can activate emergency response code? By any individual, that is hospital staff of all categories may call a code. കണ്ടോ? ഇത് നോക്കി, ഇനി ആർക്കാ നമുക്ക് എമർജൻസി റെസ്പോൺസ് കോഡ് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുക? ആർക്കാണ്? എനി ഇൻഡിവിജ്വൽ, ദാറ്റ് ഈസ് ഏത് വ്യക്തിക്കും. ദാറ്റ് ഈസ് എന്ന് വെച്ചാലാ വഴിയിൽ പോണ ആൾക്ക് പറ്റുമോ? വഴിക്കൂടെ പോണ ആൾക്കാർക്ക് പറ്റുമോ? അല്ലെങ്കിൽ അവിടെ വന്ന വിസിറ്റേഴ്സിന് പറ്റുമോ? ഇല്ല അല്ലെ? എനി ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞേക്കുന്നേ ഹോസ്പിറ്റൽ സ്റ്റാഫ് ഓഫ് ഓൾ കാറ്റഗറി. എല്ലാ ഇന്ന കാറ്റഗറിയിലുള്ളവർ മാത്രം പറയണമെന്നില്ല അല്ലെ? എല്ലാ കാറ്റഗറിയിലും പെട്ട ഈ സ്റ്റാഫുകൾക്ക്, ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്ക് നമ്മൾ കോഡ് കോൾ ചെയ്യാൻ പറ്റും. ക്ലിയർ ആയില്ലേ? അതും കൂടി ഒന്ന് ഞാൻ അണ്ടർലൈൻ ചെയ്തു അവിടെ. ആർക്ക് വേണമെങ്കിൽ കോഡ് നമുക്ക് കോൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് കേട്ടോ. ഓൾ ദ സ്റ്റാഫ് ഹോസ്പിറ്റൽ സ്റ്റാഫ് ഓഫ് ഓൾ കാറ്റഗറി മേ കോൾ എ കോഡ്. ചിലപ്പോ ചോദിക്കാം, ചിലപ്പോ പറയാം ഓൺലി പേഷ്യന്റിന് മാത്രം, എസ്റ്റേഴ്സിന് മാത്രം, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ സ്റ്റാഫ്, അങ്ങനെയൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പൊ എല്ലാ സ്റ്റാഫിനും കോഡ് കോൾ ചെയ്യാൻ പറ്റും. ഇനി നോക്കിയേ, ഹൗ ടു, എങ്ങനെയാണ് ഇനി ആക്ടിവേറ്റ് ചെയ്യുന്നത്? ഹൗ ടു, ഇത് നമ്മുടെ എപ്പോഴാണെന്നാണ് ആദ്യം ചോദിച്ചത് അല്ലെ? ഇനി അടുത്തൊക്കെ ഹൗ ടു ആക്ടിവേറ്റ് എമർജൻസി റെസ്പോൺസ് കോഡ്. എമർജൻസി റെസ്പോൺസ് കോഡ് നമുക്ക് എങ്ങനെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും? Step 1. In organizing an emergency response is notification. അപ്പൊ ആദ്യത്തെ കാര്യം എന്താ? സ്റ്റെപ്പ് എന്താണ്? അറിയിപ്പ്, ഒരു ഇൻഫർമേഷൻ കൊടുക്കുകയാണ്, നോട്ടിഫിക്കേഷൻ കൊടുക്കുകയാണ്. ഓക്കെ, സ്റ്റെപ്പ് 1
in organizing an emergency response is അല്ല ഒരു എമർജൻസി റെസ്പോൺസ് ഓർഗനൈസ് ചെയ്യുക സംഘടിപ്പിക്കുന്നത് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു നോട്ടിഫിക്കേഷൻ ആണ്, ഒരു അറിയിപ്പാണ്. അണ്ടർലൈൻ ചെയ്തോട്ടെ അത്. Step 1 in organizing an emergency response is dash. എന്താണ്? Notification, അറിയിപ്പ്. A reliable notification service is needed to ensure that appropriate resources are deployed according to the type of the incidents. ഇനി എങ്ങനെ നമ്മൾ ആ കോഡൊക്കെ പറയുന്നത്? ആ ഇൻസിഡന്റിന്റെ ടൈപ്പ് അനുസരിച്ചല്ലേ, ഏത് സംഭവം നോക്കിയിട്ട് അതനുസരിച്ചുള്ള കോഡല്ലേ പറയുന്നത്. അതല്ലേ നമ്മൾ ഓരോ ഇൻസിഡന്റിനും ഓരോ കോഡ് വെച്ചേക്കണം അല്ലേ. അപ്പൊ അതാണ് നമ്മള് പറയുന്നത്. അപ്പൊ അവിടുത്തെ സിറ്റുവേഷൻ അല്ലെങ്കിൽ അവിടുത്തെ ഇൻസിഡന്റ് എന്താണ് അല്ലെ, അതിനെ ബേസ് ചെയ്തിട്ടാണ് അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ഓഫ് ഇൻസിഡന്റ്, ആ ഒരു അവിടുത്തെ ഏതാണ് സംഭവം എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ കോഡ് നമ്മൾ പറയുന്നത് അല്ലെ. അതനുസരിച്ച് സംഭവത്തിന്റെ ആ ഒരു തരം അനുസരിച്ച് ഉചിതമായ ഉറവിടങ്ങളില് അത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള റിസോഴ്സ്, ഉചിതമായിട്ടുള്ള ഉറവിടങ്ങളിൽ അത് വിന്യസിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ സർവീസ് ആവശ്യമാണ്. ഒരു അനുയോജ്യമായിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഒരു അറിയിപ്പ് സംവിധാനം ആവശ്യമാണ്. നമ്മൾ പഠിച്ചില്ല, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സിസ്റ്റം, പബ്ലിക് അഡ്രസ് സിസ്റ്റം അല്ലെ. പബ്ലിക് അഡ്രസ് സിസ്റ്റം നമ്മൾ ആദ്യം പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ ഫോണിൽ കൂടെയോ അതെങ്ങനെയൊക്കെ നമ്മൾ അറിയിക്കുന്ന ഒരു സംവിധാനമാണ് പബ്ലിക് അഡ്രസ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ എന്ത് വേണം, ഒരു നോട്ടിഫിക്കേഷൻ സർവീസ് ആവശ്യമാണ് അല്ലെ. ഇത് നമുക്ക് പറയാനായിട്ട് ഏത് സംഭവമാണെന്ന് അതിന്റെ തരം അനുസരിച്ച് അത് പറയുന്നതിന് ഒരു നോട്ടിഫിക്കേഷൻ സർവീസ്, ഒരു അറിയിപ്പ് സംവിധാനം ആവശ്യമാണ്. അതേതാന്ന് നോക്കിയേ, the communication system in the hospital is adequate along with a good public address system. ഒരു നല്ല പബ്ലിക് അഡ്രസ് സിസ്റ്റത്തിനോടൊപ്പം തന്നെ ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഹോസ്പിറ്റലിന് വേണം അല്ലെ. അത് അവർക്ക് ആ എല്ലാമായിട്ട് കണക്ട് ചെയ്തേക്കുന്നല്ലേ, എല്ലാ സിസ്റ്റങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഒരു പബ്ലിക് അഡ്രസ് സിസ്റ്റം എന്ന് പറയുന്നത്. പൊതുവായിട്ട് എല്ലാ സ്റ്റാഫുകളെയും എന്താ പറയാ കണക്ട് ചെയ്യാനായിട്ട്. ഇപ്പൊ ഒരാൾ ഇവിടെ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ എല്ലാവരിലേക്കും, എല്ലാ സ്റ്റാഫിലേക്കും ആ ഇൻഫർമേഷൻ, ആ മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വേണം എലോങ് വിത്ത് ഏതിന്റെ ഒപ്പം തന്നെ, നല്ലൊരു പബ്ലിക് അഡ്രസ് സിസ്റ്റത്തിന്റെ ഒപ്പം തന്നെ. ആൻഡ് ഇൻഫാക്ട് ഈച്ച് ആൻഡ് എവറി ടെലിഫോൺ ഇൻ എ ഹോസ്പിറ്റൽ ഈസ് കണക്റ്റഡ് ടു ദ പബ്ലിക് അഡ്രസ് സിസ്റ്റം. ഒന്നാണ് ചെയ്യാൻ സെന്റൻസ്. എല്ലാ ടെലിഫോണും ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾ ഇരിക്കുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റിലും വെക്കുന്ന, എല്ലാ സെക്ഷനിലും വെക്കുന്ന എല്ലാ ടെലിഫോണും എന്തുമായിട്ട് കണക്ട് ചെയ്യണം എന്നാ പറഞ്ഞേക്കുന്നേ, എന്തുമായിട്ട് കണക്ട് ചെയ്യണം, കണക്റ്റഡ് ടു ദ പബ്ലിക് അഡ്രസ് സിസ്റ്റം. പബ്ലിക് അഡ്രസ് സിസ്റ്റം പൊതുസേവനം, നമുക്ക് പൊതുവായിട്ട് കാര്യങ്ങൾ പറയാനുള്ളത്, കമ്പ്യൂട്ടറോ അല്ലെ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യണം, കണക്ട് ചെയ്യണം. എല്ലാ കോളുകളും എല്ലാ ടെലിഫോണും കണക്ട് ചെയ്യണം. So as to communicate to other hospital employee in the case of any emergencies. നമ്മള് മറ്റുള്ള എന്തിനാ അങ്ങനെ കണക്ട് ചെയ്തേക്കുന്നേ, ഇതിനെ കണക്ട് ചെയ്തേക്കുന്നേ. സോ ആസ് ടു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് ആരുമായിട്ട്, ടു അതർ ഹോസ്പിറ്റൽ എംപ്ലോയീസ്. ഏത് സംഭവം നടന്നേ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകൾ മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ പോരാ അല്ലെ, ആ ഹോസ്പിറ്റലിലുള്ള മറ്റുള്ള എംപ്ലോയീസും അത് അറിയണം അല്ലെ, ആ മറ്റുള്ള എംപ്ലോയീസിനെയും അറിയിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ടു അതർ ഹോസ്പിറ്റൽ എംപ്ലോയി ഇൻ കേസ് ഓഫ് എനി എമർജൻസീസ്. എന്താണ് പറഞ്ഞേക്കുന്നത്, ആ ഏതൊരു എമർജൻസി കേസ് ആണെങ്കിലും അത് നമുക്ക് എല്ലാവരെയും, ഹോസ്പിറ്റലിലുള്ള മറ്റുള്ള എല്ലാ എംപ്ലോയീസിനെയും അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ടെലിഫോണും ഒരു പബ്ലിക് അഡ്രസ് സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്യണം, അതുമായിട്ട് ബന്ധിപ്പിക്കണം. ക്ലിയർ ആവുന്നില്ലേ പറയുന്നേ? എല്ലാ ടെലിഫോണും ഒരു പബ്ലിക് അഡ്രസ് സിസ്റ്റവുമായിട്ട് ബന്ധിപ്പിക്കണം. നോട്ട് ചെയ്തോട്ടെ, അത് പബ്ലിക് അഡ്രസ് സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്യണം. അടുത്ത് നോക്കിയേ, ദ ഇൻഡിവിജ്വൽ കോളിംഗ് the code must dial the designated number. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എമർജൻസി നമ്പർ ഉണ്ടല്ലേ, 911 എന്നുള്ള നമ്പർ പറഞ്ഞില്ലേ. അപ്പൊ അത് ഈ ഇൻഡിവിജ്വൽ കോൾ ചെയ്യുന്നവര്
to call a code that is applicable to that particular emergency situation. Okay, ആ കോഡ് വിളിക്കുന്ന വ്യക്തി ആ ഒരു പ്രത്യേകമായിട്ടുള്ള ആ പർട്ടിക്കുലർ എമർജൻസി സിറ്റുവേഷനിൽ ബാധകമായ ഒരു കോഡ് വിളിക്കാനായിട്ട് നിയുക്തമായിട്ടുള്ള അവര് പറഞ്ഞിട്ടുള്ള ആ നമ്പറിൽ ഡയൽ ചെയ്യണം. അല്ലെ, നമ്മൾ എന്താണ് സിറ്റുവേഷൻ എന്ന് വളരെ ഇമ്പോർട്ടന്റ് അല്ലേ? എന്താ സംഭവിച്ചത് അതനുസരിച്ച് ആ കോഡ് വിളിക്കണം. ഏതെങ്കിലും കോഡ് വിളിച്ചു പറഞ്ഞാൽ പോരാ അല്ലെ, ഏതെങ്കിലും കോഡ് പറഞ്ഞാൽ പോരാ. നമ്മൾ ആ എമർജൻസി സിറ്റുവേഷൻ ഏതാണ്, അതിനാണ് ഓരോ സിറ്റുവേഷൻ നമ്മൾ ഓരോ കോഡും വെച്ചേക്കുന്നത്. അപ്പൊ ആ കോഡാകുമ്പോ നമുക്ക് അറിയാൻ പറ്റും ഇന്ന സംഭവമാണ് അവിടെ സംഭവിച്ചത് എന്നറിയാൻ പറ്റും. അപ്പൊ ആ കോഡ് വിളിക്കുന്ന വ്യക്തി കണ്ടോ, ദ ഇൻഡിവിജ്വൽ കോളിംഗ് ദ കോഡ്, ആ കോഡ് വിളിക്കുന്ന വ്യക്തി എന്ത് ചെയ്യണം? മസ്റ്റ് ഡയൽ, തീർച്ചയായിട്ടും ഡയൽ ചെയ്യണം. ഏത്? ഡെസിഗ്നേറ്റഡ് നമ്പർ, അവർക്ക് നിയുക്തമായിട്ടുള്ള നമ്പർ, ടു കോൾ എ കോഡ് ദാറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു ദാറ്റ് particular emergency situation. കണ്ടോ, ആ കോൾ വിളിക്കുന്ന വ്യക്തി ആ പ്രത്യേകമായിട്ടുള്ള അടിയന്തര സാഹചര്യത്തിന് പറ്റിയ അടിയന്തര സാഹചര്യത്തിന് ബാധകമായി കോഡ് വിളിക്കാനായിട്ട് എന്ത് ചെയ്യണം? ആ നിയുക്തമായിട്ടുള്ള നമ്പറിൽ ഡയൽ ചെയ്യണം. ഇനി give the exact location. അടുത്ത പോയിന്റ് നോക്കിയേ, എക്സാക്ട് ലൊക്കേഷൻ പറയുന്നത് എവിടെന്നാ വിളിക്കുന്നേ, അല്ലെങ്കിൽ എന്താണ്, എവിടെയാണ് സംഭവം എന്നുള്ള കണ്ടോ, ബ്ലോക്ക് ഏത് ബ്ലോക്കിലാണ്, ഏത് ഏരിയ ആണ്, റൂം നമ്പർ ഏത് റൂമിലാണ് സംഭവം എന്നുള്ളതെല്ലാം അങ്ങനെയുള്ള ആ കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ പറയണം. അല്ലെങ്കിൽ വലിയ ഹോസ്പിറ്റലാണ്, ഇങ്ങനെ വെറുതെ ഒരു കോഡ് മാത്രം വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാ സംഭവിച്ചതെന്ന് പറഞ്ഞാലല്ലേ പെട്ടെന്ന് അതിനുള്ള ഇത് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അതുകൊണ്ട് നമ്മൾ ആ ലൊക്കേഷനും പറയേണ്ടത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഇങ്ങനെ ഒരു എമർജൻസി റെസ്പോൺസ് കോഡ് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓക്കെ, 4 പോയിന്റ്. ഫസ്റ്റത്തെ സ്റ്റെപ്പ് നോട്ടിഫിക്കേഷൻ ആണ്. എമർജൻസി റെസ്പോൺസ് ഓർഗനൈസ് ചെയ്യുന്ന ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അറിയിപ്പ് തന്നെയാണ്. ഒരു റിലയബിൾ ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ സർവീസ് വേണം. അതായത് നമ്മൾ എന്താ പറയുക, ഏത് തരത്തിലുള്ള ഇൻസിഡന്റ് ആണ് അത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ഏതിന്റെ ഒപ്പം തന്നെ ഒരു പബ്ലിക് അഡ്രസ് സിസ്റ്റത്തിന്റെ ഒപ്പം തന്നെ ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വേണം. എല്ലാ ഫോണും ടെലിഫോണും ഹോസ്പിറ്റലില് പബ്ലിക് അഡ്രസ് സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്യണം. എന്തിനാണ് അങ്ങനെ പറഞ്ഞേക്കുന്നത്? അതായത് ഒരു എമർജൻസി ഇങ്ങനെ സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ അത് ആ കോഡ് എല്ലാ സ്റ്റാഫുകൾക്കും അല്ലെ, ഹോസ്പിറ്റലിലുള്ള എല്ലാ സ്റ്റാഫുകൾക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഇന്ന് എല്ലാ ടെലിഫോണും പബ്ലിക് അഡ്രസ് സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്തിരിക്കണം. ഇനി ആ കോഡ് വിളിക്കുന്ന ഒരു ഇൻഡിവിജ്വല് എന്ത് ചെയ്യണം എന്നാ പറഞ്ഞേക്കുന്നത്? മസ്റ്റ് ഡയൽ ദ ഡെസിഗ്നേറ്റഡ്, ഒരു നിയുക്തമായിട്ടുള്ള നമ്പർ, അതായത് ഏത് എമർജൻസി സിറ്റുവേഷൻ ആണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് അല്ലെ, അത് ഏത് എമർജൻസി സിറ്റുവേഷൻ ആണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് അതിന് അനുയോജ്യമായിട്ടുള്ള കോഡ് വിളിക്കാനായിട്ട് നിയുക്ത നമ്പറിൽ ഡയൽ ചെയ്യണം. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? അവിടെ നമുക്ക് ലൊക്കേഷൻ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഏത് ബ്ലോക്ക് ആണ്, ഏത് ഏരിയ ആണ്, ഏത് റൂം നമ്പർ ഏത്, എക്സെട്ര തുടങ്ങിയ കാര്യങ്ങൾ, അതായത് എക്സാക്ട് കറക്റ്റ് ലൊക്കേഷൻ നൽകണം. ക്ലിയർ ആയില്ലേ അത്? ഇനി നോക്കിയേ, വാട്ട് ഹാപ്പൻഡ് വെൻ ദ എമർജൻസി റെസ്പോൺസ് കോഡ് ഈസ് അനൗൺസ്ഡ്. ഒരു എമർജൻസി റെസ്പോൺസ് കോഡ് അനൗൺസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വാട്ട് ഹാപ്പൻഡ് വെൻ ദ എമർജൻസി റെസ്പോൺസ് കോഡ് ഈസ് അനൗൺസ്ഡ്. ഇതിൽ നിന്നൊന്നും അങ്ങനെ വേറെ ഒന്നും ചോദിക്കാറില്ല കേട്ടോ. ഇമ്പോർട്ടന്റ് ഉള്ളത് നമുക്കൊന്ന് നോട്ട് ചെയ്തിട്ടേക്കുമല്ലേ, അല്ലാതെ കുറച്ച് കാര്യങ്ങൾ ജനറൽ ആയിട്ട് നമ്മൾ അറിയാൻ വേണ്ടി കുറച്ചൊക്കെ തന്നേക്കുന്നുള്ളൂ. What happened when the emergency response code is announced? എന്താണ് സംഭവിക്കുന്നത്? ഒരു എമർജൻസി റെസ്പോൺസ് കോഡ് അനൗൺസ് ചെയ്യുമ്പോൾ ഓക്കെ, when a code is called, ഒരു കോഡ് നമ്മൾ കോൾ ചെയ്യുമ്പോൾ ഓക്കെ, every designated team of physician, nurses and other appropriate personnel respond swiftly and efficiently. efficiently എന്ന് പറഞ്ഞാൽ കാര്യക്ഷമമായി, സ്വിഫ്റ്റ്ലി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്,
പെട്ടെന്ന് ബേസ്ഡ് ഓൺ ദർ ട്രെയിനിങ്, അവരുടെ ട്രെയിനിങ്ങിനെ അടിസ്ഥാനമാക്കി. ഒന്ന് ശ്രദ്ധിച്ചേ, അവർക്ക് ഓരോ ഇപ്പൊ ഡോക്ടേഴ്സിനാണെങ്കിലും ഫിസിഷ്യൻ നമ്മുടെ നേഴ്സിനാണെങ്കിലും മറ്റുള്ള പേഴ്സണൽസിനൊക്കെ ആണെങ്കിലും അവർക്ക് അതിനുള്ള ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു, അങ്ങനെ വരുവാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു ട്രെയിനിങ് അവർക്ക് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. നമുക്ക് റെസ്ക്യൂ ഇങ്ങനെയുള്ള സംഭവങ്ങൾ, അതിന് ഫയർ ആണെങ്കിൽ ഫയർ റെസ്ക്യൂ സോഴ്സ് അങ്ങനെയൊക്കെ ഇല്ലേ. അപ്പൊ കുറച്ച് എന്താ പറയാ സ്റ്റാഫുകൾക്ക് അതിനുള്ള ട്രെയിനിങ്, ഇങ്ങനെയുള്ളൊരു സംഭവം വരുവാണെങ്കിൽ ഇങ്ങനെ നമുക്ക് അതിനെ ഓവർകം ചെയ്യാം, അല്ലെങ്കിൽ ആ സിറ്റുവേഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ള ട്രെയിനിങ് ഓൾറെഡി അവർക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ. അപ്പൊ അവർക്കൊക്കെ ട്രെയിനിങ്ങിനെ അടിസ്ഥാനമാക്കിയിട്ട് അതിനെ നിയോഗിച്ചിട്ടുള്ള ടീം, അതിനകത്ത് ആരെ കോഡ് നമ്മൾ വിളിക്കുമ്പോൾ, ഒരു കോഡ് ചെയ്യുമ്പോൾ ആ പ്രീ ഡെസിഗ്നേറ്റഡ് ടീം കണ്ടോ, അതിന് മുൻകൂട്ടി നിയുക്തമാക്കിയിട്ടുള്ള ടീമുകളില്ലേ, ടീം ഓഫ് ആരൊക്കെ, ഫിസിഷ്യൻ അല്ലെങ്കിൽ നേഴ്സസ് മറ്റുള്ള പേഴ്സണൽസ്, അവരെന്ത് ചെയ്യണം, എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം. പിന്നെ അവിടെ നാളെ ചെയ്യാം എന്ന് പറഞ്ഞിരുന്നാ മതിയാ. അങ്ങനെ ഒരു കോഡ് പെട്ടെന്ന് വിളിക്കുമ്പോ എങ്ങനെ നമ്മൾ റെസ്പോണ്ട് ചെയ്യണം, അവര് സ്വിഫ്റ്റ്ലി ആൻഡ് എഫിഷ്യന്റ്ലി അല്ലെ, കാര്യക്ഷമമായിട്ടും പെട്ടെന്നും റെസ്പോണ്ട് ചെയ്യണം ബേസ്ഡ് ഓൺ ദ ട്രെയിനിങ്. അതിനാണ് അവർക്ക് ആ ട്രെയിനിങ് കിട്ടിയേക്കണേ. അപ്പൊ അവർക്കറിയാം ഫസ്റ്റ് സ്റ്റെപ്പ് ഇങ്ങനെ ചെയ്യണം, രണ്ടാമത്തെ സ്റ്റെപ്പ് ഇങ്ങനെ ചെയ്യണം, മൂന്നാമത്തെ സ്റ്റെപ്പ് ഇങ്ങനെ ചെയ്യണം, അല്ലെ ഇതേ രീതി ചെയ്യണം, ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട് അല്ലെ. അപ്പൊ അവർക്ക് എന്താ, ആ കോഡ് വിളിക്കുന്ന നിമിഷം തന്നെ എന്താ ട്രെയിനിങ്ങിൽ പറഞ്ഞേക്കണ കാര്യങ്ങൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യണം, അതിനോട് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യണം. വേണ്ടേ, പെട്ടെന്ന് തന്നെ അവര് റെസ്പോണ്ട് ചെയ്യണം. അപ്പൊ അതിനകത്തൊന്നും നോട്ട് ചെയ്തു കേട്ടോ, പ്രീ ഡെസിഗ്നേറ്റഡ് ടീം എന്നുള്ളതിൽ ആരൊക്കെ വന്നേ എന്നുള്ളതൊന്നും അപ്ലൈ ചെയ്തു വെച്ചാൽ, ഫിസിഷ്യൻസ്, നേഴ്സസ്, മറ്റുള്ള പേഴ്സണൽസ്, അവര് പെട്ടെന്ന് സ്വിഫ്റ്റ്ലി ആൻഡ് എഫിഷ്യന്റ്ലി പെട്ടെന്ന് കാര്യക്ഷമമായിട്ടൊക്കെ റെസ്പോണ്ട് ചെയ്യണം. അവരുടെ ട്രെയിനിങ് അപ്പൊ ഓരോ സെക്ഷനിലുള്ള ആളുകൾക്കും അല്ലെങ്കിൽ ഓരോന്നിനും ഓരോ ട്രെയിനിങ് ആയിരിക്കും അല്ലെ കിട്ടിയേക്കുന്നത്. ഓരോ സിറ്റുവേഷനെ നേരിടാനായിട്ട് പ്രത്യേക ട്രെയിനിങ് ആയിരിക്കും, അതിന് ബേസ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യണം. അടുത്ത് നോക്കിയേ, when the emergency response code is announced, അനൗൺസ് ചെയ്യുമ്പോൾ, when the emergency response code is announced, emergency response code അനൗൺസ് ചെയ്യുമ്പോൾ the message will be received by the team. ആ മെസ്സേജ് ഡെസിഗ്നേറ്റഡ് ടീം പറഞ്ഞില്ലേ, അതിന് നിയുക്തമാക്കിയിട്ടുള്ള ടീം അത് സ്വീകരിക്കും അല്ലെ. അത് ആ ടീമിന് ആ മെസ്സേജ് ലഭിക്കും. Who are expected to arrive at the scene and the expected response time is 0 to 3 minutes. കണ്ടോ, അപ്പൊ അവരെന്ത് ചെയ്യണം, who are expected to arrive, അപ്പൊ പ്രതീക്ഷിച്ച് എക്സ്പെക്ട് ചെയ്യാന്ന് വെച്ചാൽ പ്രതീക്ഷിക്കുക, എത്തിച്ചേരാനായിട്ട് അല്ലെങ്കിൽ അതിന് നിയോഗ്യമായിട്ടുള്ള ആളുകള് എത്ര സമയത്ത് നോക്കിയേ, എക്സ്പെക്ടഡ് റെസ്പോൺസ് ടൈം എന്ന് പറഞ്ഞ എത്രയാണ്, 0 to 3 minutes. 3 മിനിറ്റിനുള്ളിൽ തന്നെ അതിന് ആ സീന് അല്ലെ അങ്ങോട്ടേക്ക് എത്തിച്ചേരുക അല്ലെ, അല്ലെങ്കിൽ അതിനെ റെസ്പോൺസ് ചെയ്യണം. കണ്ടോ, ഒരു കോള് വിളിക്കുമ്പോൾ ആ ടീമിന്, അതായത് ആ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ആ ഡെസിഗ്നേറ്റഡ് ടീം ഉണ്ടല്ലോ, അവരിലേക്ക് ആ മെസ്സേജ് അല്ലെങ്കിൽ അവർ ആ മെസ്സേജ് സ്വീകരിക്കും. അവരത് അവർക്ക് അത് ലഭിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ 3 മിനിറ്റിനോ 0 to 3 minutes എന്നാ പറഞ്ഞത്, അതിന്റെ ഉള്ളിൽ തന്നെ അവര് പെട്ടെന്ന് എന്ത് ചെയ്യണം, അങ്ങോട്ടേക്ക് അതിന് റെസ്പോണ്ട് ചെയ്യണം. അതായത് ആ ഒരു സംഭവ സ്ഥലത്തേക്ക് അവര് എത്തിച്ചേരുമെന്നാണ് അങ്ങനെ അവര് ചെയ്യണം. ഓക്കെ, when an emergency response code is activated, all the team members assigned to the code should react without delay. Okay. When an emergency response code is activated, ഇനി ഒരു emergency response code activate ചെയ്യുമ്പോഴോ, അത് activate ചെയ്യുമ്പോൾ എങ്ങനെയാ, all the team members assigned, അതിന് നിയോഗിക്കപ്പെട്ടിട്ടുള്ള ആ കോഡില് അല്ലെങ്കിൽ അവിടെ നിയോഗിക്കപ്പെട്ടിട്ടുള്ള ആ ടീമുകള് എന്ത് ചെയ്യണം, should react without delay, ഒരു ഡിലേ ഒന്നും വരുത്താതെ അതിന് നിയോഗിക്കപ്പെട്ടിട്ടുള്ള ആളുകള് പെട്ടെന്ന് റിയാക്ട് ചെയ്യണം.
മനസ്സിലായോ? ഒന്ന് അണ്ടർലൈൻ ചെയ്ത സെന്റൻസ്. When an emergency response code is activated, all team members assigned to that code should react without delay. എന്താണ് ആ കോഡിനോട് ഒരു ഡിലേ ഒന്നും വരുത്താതെ പെട്ടെന്ന് തന്നെ അതിന് നിയോഗിക്കപ്പെട്ടിട്ടുള്ള ടീമുകള് എന്ത് ചെയ്യണം? അതിനോട് റെസ്പോണ്ട് ചെയ്യണം. ക്ലിയർ ആയോ? പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യണം. അടുത്ത നോക്കിയേ. നെക്സ്റ്റ്, the members of the emergency code team must ensure that area or scene is safe before proceeding with their response. All the member of the emergency code team must ensure. Okay, എന്താ ഉറപ്പുവരുത്തണ്ടേ? എല്ലാ മെമ്പേഴ്സും എമർജൻസി റെസ്പോൺസ് കോഡിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ മെമ്പേഴ്സും എമർജൻസി കോഡ് ടീമും എന്ത് ഉറപ്പുവരുത്തണം? ദ ഏരിയ ഓർ സീൻ, ആ ഒരു ഏരിയ ഈ സേഫ് ആണ്, സുരക്ഷിതമാണ്. എപ്പോഴേ? ബിഫോർ പ്രൊസീഡിങ് വിത്ത് ദ റെസ്പോൺസ്, അവരുടെ റെസ്പോൺസ് അത് പ്രൊസീഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവരുടെ നടപടിക്രമം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യം എന്ത് ഉറപ്പുവരുത്തണം? ആ ഏരിയ സേഫ് ആണ് എന്ന് ഉറപ്പുവരുത്തണം. മനസ്സിലായോ? അവരുടെ പ്രതികരണവുമായി അവർ മുന്നോട്ട് പോകുന്നതിന് മുന്നേ തന്നെ ആ ഒരു ഏരിയ എന്താണ്? ആ ഏരിയ സേഫ് ആണ്, അല്ലെ? സേഫ് ആണെന്ന് ഉറപ്പുവരുത്തണം. ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടെ ആ സെന്റൻസ്. The members of the emergency code team must ensure that the area is safe. Area is safe before proceeding with the response. അവരുടെ റെസ്പോൺസ് ആരംഭിക്കുന്നതിന് മുമ്പിൽ തന്നെ ആ ഏരിയ സേഫ് ആണ് എന്ന് എല്ലാ എമർജൻസി കോഡ് ടീമും ഉറപ്പുവരുത്തേണ്ടതാണ്. Then necessitate a quick evaluation of the location and the situation related to the emergency response കോഡ് കോളം. അടുത്ത നോക്കിയേ. The necessitate, ഇതും കൂടി അത്യാവശ്യമാണ്. എന്താ? ക്വിക്ക് ഇവാലുവേഷൻ, പെട്ടെന്നുള്ള ഒരു ഇവാലുവേഷൻ. ആ ലൊക്കേഷൻ എവിടെയാണെന്നുള്ളത് മനസ്സിലാക്കേണ്ട, ഇവാലുവേറ്റ് ചെയ്യണ്ടേ? അവിടുത്തെ സിറ്റുവേഷൻ, അതുപോലെ ആ സാഹചര്യവും, അവിടുത്തെ സിറ്റുവേഷൻ, അവിടുത്തെ ലൊക്കേഷൻ, ഇതെല്ലാം പെട്ടെന്ന് ഇവാലുവേറ്റ് ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. ഏതുമായിട്ട് ബന്ധപ്പെട്ട? റിലേറ്റഡ് ടു ദ എമർജൻസി റെസ്പോൺസ് കോഡ് കോൾ. എമർജൻസി റെസ്പോൺസ് കോഡ് കോളുമായി ബന്ധപ്പെട്ടുള്ള ആ സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു ലൊക്കേഷനൊക്കെ പെട്ടെന്ന് ഇവാലുവേറ്റ് ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. ആ സേഫ് എന്നുള്ളതൊന്നും അണ്ടർലൈൻ ചെയ്തതിനകത്ത്. ഇനി എമർജൻസി റെസ്പോൺസ് കോഡ് ടീം മെമ്പേഴ്സ് ഫംഗ്ഷൻ കൊളാബറേറ്റീവ്ലി during the code with the one person identified as a code team leader. Okay, emergency response code team members. Emergency response code team members. ആ കോഡ് ടീമിലുള്ള എല്ലാ അംഗങ്ങളും the functions collaboratively എങ്ങനെ പ്രവർത്തിക്കണം? എങ്ങനെയാണ്? കൊളാബറേറ്റീവ്ലി. അവരെല്ലാവരും കൊളാബറേറ്റ് ചെയ്ത് സഹകരിച്ച് തന്നെ പ്രവർത്തിക്കണം. ഡ്യൂറിംഗ് ദ കോഡ് with the one person identified as a code team leader. കണ്ടോ? എമർജൻസി റെസ്പോൺസ് കോഡ് ടീം അംഗങ്ങൾ കോഡ് ടീം ലീഡർ ആയി തിരിച്ചറിയപ്പെടുന്ന ഒരു വ്യക്തിയുമായി. അപ്പൊ അതിനകത്തൊരു കോഡ് ടീം ലീഡർ ഉണ്ടായിരിക്കും. അപ്പൊ അയാളായിരിക്കും അവിടെ ലീഡ് ചെയ്യുന്നത്. നിങ്ങൾ ഇങ്ങനെ എന്നെ ചെയ്യണം, അല്ലെങ്കിൽ എന്റെ കാര്യങ്ങൾ ചെയ്യണം എന്നൊരു ആ ടീം കോഡ് ടീം ലീഡർ ഉണ്ടായിരിക്കണം. അപ്പൊ അവരാ എല്ലാ ടീം മെമ്പേഴ്സും ആരുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കണം? ആ കോഡ് ടീം ലീഡറുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കണം. മനസ്സിലായോ? എമർജൻസി റെസ്പോൺസ് കോഡ് ടീം മെമ്പേഴ്സ് എല്ലാവരും എന്ത് ചെയ്യണം? ആ കോഡ് ടീം ലീഡറുമായിട്ട് എങ്ങനെ സഹകരിച്ച് തന്നെ പ്രവർത്തിക്കണം. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അവിടെ എല്ലാവരുമായിട്ട് ആരുമായിട്ട് സഹകരിക്കണം? കോഡ് ടീം ലീഡറുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കണം. നെക്സ്റ്റ് നോക്കിയേ. The code incident report is filled by the team leader at the end of the event. ആ ഒരു സംഭവത്തിന്റെ അവസാനത്തില് the code incident report ആര് ഫിൽ ചെയ്യണം?
filled by the team leader. ഒന്ന് അണ്ടർലൈൻ ചെയ്തേ, ചോദിച്ചിട്ടുണ്ട് കേട്ടോ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. The code incident report is filled by the dash. ആരെ ഫില്ല് ചെയ്യണ്ടേ? ആ ടീം ലീഡർ ആയിരിക്കണം ഫില്ല് ചെയ്യേണ്ടത്. എപ്പോഴ്? അറ്റ് ദ എൻഡ് ഓഫ് ദ ഇവന്റ്. ആ ഒരു സംഭവത്തിന്റെ അടിസ്ഥാനത്തിന്. കോഡ് ഇൻസിഡന്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റിട്ടേൺ റെക്കോർഡാട്ടോ. ആ ഒരു പ്രത്യേക സംഭവവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു റിട്ടേൺ റെക്കോർഡ്. ആ ഒരു റെക്കോർഡ്, ഒരു റിട്ടേൺ റെക്കോർഡ് അല്ലെ റിപ്പോർട്ട്. ഒരു റിട്ടേൺ റിപ്പോർട്ടാണ് കോഡ് ഇൻസിഡന്റ് റിപ്പോർട്ട്. അത് ആ സംഭവത്തിന്റെ അവസാനം ആ ടീം ലീഡർ ഫില്ല് ചെയ്യണം. ടീം ലീഡർ ഫില്ല് ചെയ്യണം. ഓക്കെ, അടുത്ത നോക്കിയേ. നെക്സ്റ്റ് അതൊന്ന് അണ്ടർലൈൻ ചെയ്തോ. ടീം ലീഡർ എന്നുള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. ഇനി ആ സംഭവത്തിന്റെ അവസാനം അറ്റ് ദ എൻഡ് ഓഫ് ദ ഇവന്റ് ആൻഡ് സബ്മിറ്റ്. ഇനി ആർക്ക് അത് സബ്മിറ്റ് ചെയ്യണ്ടേ? ടു ദ ഡയറക്ടർ ഓർ മെഡിക്കൽ സൂപ്രണ്ട് ഓർ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, കമ്മിറ്റി, CRP കമ്മിറ്റി. കമ്മിറ്റിയിൽ വന്നേക്കുന്നത് കേട്ടോ. CRP കമ്മിറ്റി ഓർ സേഫ്റ്റി കമ്മിറ്റി. സേഫ്റ്റി കമ്മിറ്റി അല്ലെങ്കിൽ CRP കമ്മിറ്റി എന്ന് പറഞ്ഞാൽ കമ്മിറ്റി ഓൺ റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആണ് കേട്ടോ. കമ്മിറ്റി ഓൺ റൂൾസ്, RULES, റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. അങ്ങനെയുള്ള കമ്മിറ്റിയുമായിട്ട്, അല്ലെങ്കിൽ അത് സേഫ്റ്റി കമ്മിറ്റി അല്ലെങ്കിൽ CRP കമ്മിറ്റിക്ക് ആയിട്ട് എന്ത് ചെയ്യണം? അവർക്ക് സബ്മിറ്റ് ചെയ്യണം. അതും ചോദിച്ചു, അതും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. റിപ്പോർട്ട്, ഈ എല്ലാ ഇൻസിഡന്റ് റിപ്പോർട്ട്, കോഡ് ഇൻസിഡന്റ് റിപ്പോർട്ട് ടീം ലീഡർ ഫില്ല് ചെയ്തിട്ട് അത് സബ്മിറ്റ് ചെയ്തെടുത്തത് ആർക്കാണ്? ഡയറക്ടറിനോ അല്ലെങ്കിൽ സ്ലാഷ് ഇട്ടാണ് എഴുതിയേക്കണം. അപ്പൊ അതിനകത്ത് ഏതെങ്കിലുമൊക്കെ ചോദിക്കാം, ഓൾ ഓഫ് ദ എബോവ്ന്നോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. ഡയറക്ടർ ഓർ മെഡിക്കൽ സൂപ്രണ്ട് ഓർ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഓർ കമ്മിറ്റി. ഏത് കമ്മിറ്റിയാണ്? CRP കമ്മിറ്റിയോ അല്ലെങ്കിൽ സേഫ്റ്റി കമ്മിറ്റിയോ. ഇങ്ങനെയുള്ളത് അവർക്ക് എന്ത് ചെയ്യണം? ഇത് സബ്മിറ്റ് ചെയ്യണം. റിപ്പോർട്ട് എല്ലാം കറക്റ്റ് ആക്കിയിട്ട് എല്ലാം സബ്മിറ്റ് ചെയ്യണം. ഇനി അടുത്ത നോക്കിയേ, ഡോക്യുമെന്റേഷൻ ആൻഡ് റിപ്പോർട്ടിംഗ്. Documentation and reporting. Reporting of the incident may be completed through an event report or incident report, which is designed or any other resorting method. Okay, or a event report. Reporting of the incident may be completed. Edi kuda complete cheyana through an. Edi kudiyaanu okay. Our event report design cheyido allengil നമുക്ക് മറ്റെന്തെങ്കിലും ഒരു അവലോകന രീതികൾ, റിസോർട്ടിംഗ് മെത്തേഡ്, മറ്റേതെങ്കിലും ഒരു റിസോർട്ടിംഗ് മെത്തേഡ് വഴി പൂർത്തിയാക്കാം നമുക്ക്. ഏത്? ഒരു റിപ്പോർട്ടിംഗ് ഓഫ് ദ ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ആ റിപ്പോർട്ടിങ്ങിന്റെ ആ ഒരു റിപ്പോർട്ട് എങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാന്നാ പറഞ്ഞേക്കണേ കേട്ടോ. ത്രൂ ആൻ ഇവന്റ് റിപ്പോർട്ട്, ഇവന്റ് റിപ്പോർട്ട് അല്ലെങ്കിൽ ഇൻസിഡന്റ് റിപ്പോർട്ട്. എങ്ങനെ? വിച്ച് ഈസ് ഡിസൈൻഡ് ഓർ എനി അതർ റിസോർട്ടിംഗ് മെത്തേഡ്. ഒരു ഇവന്റ് റിപ്പോർട്ട് ഡിസൈൻ ചെയ്തിട്ടോ, ഇവന്റ് റിപ്പോർട്ട് അല്ലെങ്കിൽ ഇൻസിഡന്റ് റിപ്പോർട്ട് ഡിസൈൻ ചെയ്തിട്ടോ, രൂപീകരിച്ചിട്ടോ, അല്ലെങ്കിൽ എന്താണ് ഒരു മറ്റുള്ള രീതി, എന്തെങ്കിലും ഒരു റിസോർട്ടിംഗ് മെത്തേഡ്, മറ്റുള്ള ഒരു അവലോകന രീതികൾ ഏതെങ്കിലും വഴിയോ ഒക്കെ നമുക്ക് ഇത് കംപ്ലീറ്റ് ആക്കാം. ഇൻസിഡന്റ് റിപ്പോർട്ടിംഗ് ഓഫ് ദി ഇൻസിഡന്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. Then documentation containing information about the activation is reviewed and retained. എന്താണ് ഡോക്യുമെന്റേഷൻ എന്ന് പറഞ്ഞാൽ? ഡോക്യുമെന്റേഷനിൽ എന്താ ഉൾപ്പെട്ടിരിക്കുന്നത്? containing information about the activation is reviewed and retained. ആക്ടിവേഷനെ കുറിച്ചുള്ള, അവിടെ ആക്ടിവേറ്റ് ചെയ്തിട്ടുള്ള സംഭവങ്ങളെ കുറിച്ചിട്ടുള്ള അതിനെ കുറിച്ചുള്ള റിവ്യൂ, അതിന്റെ റിവ്യൂകൾ അത് റീറ്റെയിൻ ചെയ്യാൻ വെച്ച് നിലനിർത്തുക. അത് എന്ത് ചെയ്യുന്നു? അവരത് റിവ്യൂ ചെയ്യുകയും അത് റീറ്റെയിൻ, നിലനിർത്തുകയും ചെയ്യുന്നു. Documentation containing information about the activation is reviewed and retained. അതായത് ഡോക്യുമെന്റേഷൻ എന്ത് ചെയ്യുന്നു? റിവ്യൂ ചെയ്യുന്നു, അത് എന്ത് ചെയ്യുന്നു? റീറ്റെയിൻ ചെയ്യുന്നു. ആ റിപ്പോർട്ടുകൾ, ഡോക്യുമെന്റുകളെല്ലാം അത് റിവ്യൂ ചെയ്തിട്ട് അത് എന്താ പറയാ? അത് റീറ്റെയിൻ ചെയ്യും, അത് നിലനിർത്തുന്നു.
Then അടുത്ത മൂന്നാമത്തെ പോയിന്റ് നോക്കിയേ, മാനേജ്മെന്റ് വിൽ കണ്ടക്ട് എ റൂട്ട് കോസ് അനാലിസിസ്. നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ RCA എന്നുള്ളത്, റൂട്ട് കോസ് അനാലിസിസ് ഓർ സിമിലർ. ഏതിലാ പഠിച്ചേ? റൂട്ട് കോസ് അനാലിസിസ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ ലാസ്റ്റ് നമ്മൾ പ്രിൻസിപ്പിൾസ് ഒക്കെ പഠിച്ചില്ലേ, ആ ഒരു സെക്ഷനിലല്ലേ പഠിച്ചത്. RCA എന്നുള്ളത് റൂട്ട് കോസ് അനാലിസിസ് ഓർ സിമിലർ റിവ്യൂ ഓഫ് ദ ഇൻസിഡന്റ് ടു ഐഡന്റിഫൈ ഏരിയ ഫോർ ഇംപ്രൂവ്മെന്റ് ആൻഡ് ദെൻ ഇംപ്ലിമെന്റ് ദോസ് ഇംപ്രൂവ്മെന്റ്. ഓക്കെ, മാനേജ്മെന്റ് വിൽ കണ്ടക്ട് എ റൂട്ട് കോസ് അനാലിസിസ്. മാനേജ്മെന്റ് എന്ത് കണ്ടക്ട് ചെയ്യോടെ? റൂട്ട് കോസ് അനാലിസിസ് ഓർ അല്ലെങ്കിൽ റൂട്ട് കോസ് അനാലിസിസ് അത് കണ്ടക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ സിമിലർ റിവ്യൂ ഓഫ് ദ ഇൻസിഡന്റ്, ഈ സംഭവത്തിന്റെ സമാനമായിട്ടുള്ള റിവ്യൂ എന്നിട്ട് എന്ത് ചെയ്യുന്നു? റിവ്യൂ ഒക്കെ നോക്കിയിട്ട് ആ ഇംപ്രൂവ്മെന്റിനുള്ള ഏരിയ മനസ്സിലാക്കും. ഐഡന്റിഫൈ ദ ഏരിയ ഫോർ ഇംപ്രൂവ്മെന്റ്. ആ ഇംപ്രൂവ്മെന്റിനുള്ള ഏരിയ എന്ത് ചെയ്യുന്നു? ഐഡന്റിഫൈ ചെയ്യുന്നു. ആൻഡ് ദെൻ ഇംപ്ലിമെന്റ് ദോസ് ഇംപ്രൂവ്മെന്റ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഏരിയ കണ്ടെത്തിയിട്ട് അവിടെ ഇംപ്രൂവ്മെന്റ് എന്ത് ചെയ്യുന്നു? ഇംപ്ലിമെന്റ് ചെയ്യുന്നു, നടപ്പിലാക്കുന്നു. And then implement those improvements. ആ ഇംപ്രൂവ്മെന്റ് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുക, നടപ്പിലാക്കുക. ഇംപ്രൂവ്മെന്റ് ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പൊ മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നു? റൂട്ട് കോസ് അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നു. മാനേജ്മെന്റ് റൂട്ട് കോസ് അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നു. പിന്നെ അതുപോലെ സിമിലർ ആയിട്ടുള്ള ആ ഇൻസിഡന്റിന്റെ റിവ്യൂ അതും മനസ്സിലാക്കിയിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മൾ അത് മനസ്സിലാക്കിയിട്ട് ടു ഐഡന്റിഫൈ ദ ഏരിയ ഫോർ ദ ഇംപ്രൂവ്മെന്റ്. ഇംപ്രൂവ്മെന്റിനുള്ള ഒരു ഏരിയ, ഏത് ഏരിയയിലാണ് ഇംപ്രൂവ്മെന്റ് ചെയ്യേണ്ടത് അല്ലെ, ആ ഏരിയ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുന്നു? ആൻഡ് ദെൻ ഇംപ്ലിമെന്റ്, അത് നടപ്പിലാക്കുന്നു. ദോസ് ഇംപ്രൂവ്മെന്റ്, ആ ഇംപ്രൂവ്മെന്റ് അവിടെ നടപ്പിലാക്കുകയും ചെയ്യുന്നു. അതാണ് ഡോക്യുമെന്റേഷൻ ആൻഡ് റിപ്പോർട്ടിംഗിൽ വരുന്നത്. ഈ ഒരു സെക്ഷനിലൂടെ നമുക്ക് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ. ഇനി ട്രെയിനിങ്ങുകൾ, അവർക്ക് വേണ്ട എഡ്യൂക്കേഷൻ. Training and education ensure that all the staff are aware of potential emergency situation and or security hazards, how to respond, എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം, or to react, ആ ഒരു സംഭവത്തിനോട് എങ്ങനെ പ്രതികരിക്കണം, how to protect themselves, നമ്മൾ സ്വയം എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും, and therefore workers through established policies and procedure, അവിടെ സ്ഥാപിച്ചിട്ടുള്ള പോളിസികൾ, പ്രൊസീജിയർ, നടപടിക്രമങ്ങള്, ഇതൊക്കെ ഇതിലൂടെ നമുക്ക് എന്താണ് സ്റ്റാഫുകൾക്ക് എന്ത് വേണം? ആ എമർജൻസി സിറ്റുവേഷനെ കുറിച്ചൊരു അവയർനെസ് കൊടുക്കണം. അതിനാണ് ട്രെയിനിങ്ങും എഡ്യൂക്കേഷനും അല്ലെ. പല സെക്ഷനുകളിലും ട്രെയിനിങ് കൊടുക്കണം. എന്തിനാ? ആ ഒരു സിറ്റുവേഷൻസ് അല്ലെ, ആ ഒരു എമർജൻസി സിറ്റുവേഷനിൽ അല്ലെങ്കിൽ സെക്യൂരിറ്റി ഹസാർഡ് എന്ന് വെച്ചാൽ സുരക്ഷാ അപകടങ്ങളൊക്കെ ഇല്ലേ, അപകടങ്ങളെ കുറിച്ചും അങ്ങനെ ഒരു സംഭവം ഹോസ്പിറ്റലിൽ ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെ അതിനോട് റെസ്പോണ്ട് ചെയ്യണം, അതിനെങ്ങനെ റിയാക്ട് ചെയ്യണം, നമ്മൾ എങ്ങനെ സ്വയം പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും, നമ്മൾ മറ്റുള്ള വർക്കേഴ്സിനെയും കൂടി നമുക്ക് അവരെയും കൂടിയൊക്കെ നമുക്ക് എങ്ങനെയൊക്കെ സംരക്ഷിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ എന്ത് വെച്ചിട്ട്, ആ സ്ഥാപിച്ചിട്ടുള്ള പോളിസി പ്രൊസീജിയർ വെച്ചിട്ട് ആ സ്റ്റാഫിന് ഒരു അവയർനെസ് കൊടുക്കുകയാണ് അല്ലെ, ഒരു അവയർനെസ് കൊടുക്കുകയാണ്. അതാണ് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ ഉറപ്പുവരുത്തുന്നത്. എന്ത് സംഭവങ്ങൾ വന്നാലും കുഴപ്പമില്ല, അതിനെ നമുക്ക് എങ്ങനെ നേരിടാം എന്നതിനെ കുറിച്ച് എന്ത് ചെയ്യുന്നു? ആ എല്ലാ സ്റ്റാഫിനും ഒരു ട്രെയിനിങ്, ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുന്നു. Then staff training should be provided to all team members. Okay, staff training ആർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും? Provided to all the team members. എല്ലാ ടീം മെമ്പേഴ്സിനും ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാം. As to their specific roles and responsibility during a variety of scenarios. Scenario എന്ന് വെച്ചാൽ ഘട്ടങ്ങള് അല്ലെങ്കിൽ രംഗങ്ങള്. ഓക്കെ, ഇങ്ങനെ വിവിധ സാഹചര്യങ്ങളിൽ ഡ്യൂറിങ് എ വെറൈറ്റി ഓഫ് സെനാരിയോ, വിവിധ സാഹചര്യങ്ങളില് എല്ലാ ടീം മെമ്പേഴ്സും അവരുടെ റോൾസ് എന്താണ്, അവരുടെ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ മനസ്സിലാക്കിയിട്ട് അവർക്ക് എന്താണ് അങ്ങനെയുള്ള ട്രെയിനിങ്ങുകൾ പ്രൊവൈഡ് ചെയ്യാം. എല്ലാ ടീം മെമ്പേഴ്സിനും
ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അല്ലെ? അവർക്കടെ ഇപ്പൊ ഓരോ സെക്ഷനുകളിലും നമുക്ക് ഇന്ന ഗ്രൂപ്പുകളാക്കി തിരിക്കാം. അപ്പൊ ഓരോരുത്തർക്കും ഓരോ കോഡ് വന്നു കഴിഞ്ഞാൽ റെസ്പോണ്ട് ചെയ്യാൻ പാകത്തിന് ഇതാക്കാം. അപ്പൊ അവർക്കുടെ റോൾ എന്താണ്, അവരെന്താ ചെയ്യേണ്ടത്, അവർക്കുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്, അതിനനുസരിച്ചുള്ള ആ ഒരു ട്രെയിനിങ് എല്ലാ ടീം മെമ്പേഴ്സിനും എന്ത് ചെയ്യാൻ പറ്റും, പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, എല്ലാവർക്കും ഒരേപോലെയല്ല, അതിന് ഓരോ ഗ്രൂപ്പുകളൊക്കെ ആക്കി തിരിച്ചിട്ട് ഓരോന്നിനും ഓരോ സെക്ഷനിലുള്ളവരൊക്കെ ഇന്ന കാര്യങ്ങൾ വരുമ്പോൾ എന്തൊക്കെയാണ്, അതാണ് അവിടെ പറഞ്ഞേക്കുന്നത്. സ്പെസിഫിക് റോൾസ് ആൻഡ് റെസ്പോൺസ്, ഓരോരുത്തർക്കുടെ റോൾ എന്താണ്, റെസ്പോൺസിബിലിറ്റി എന്താണെന്നൊക്കെ ഉള്ളത് പല സാഹചര്യങ്ങൾ കേട്ടോ. വിവിധ സാഹചര്യങ്ങളിൽ ആ ടീം മെമ്പേഴ്സിൽ ഓരോരുത്തരും അവരുടേതായ റോൾ എന്താണ്, റെസ്പോൺസിബിലിറ്റി എന്നുള്ളത് പറഞ്ഞുകൊണ്ട് തന്നെ അതിനനുസരിച്ച് തന്നെ എല്ലാ ടീം മെമ്പേഴ്സിനും എന്ത് ചെയ്യുന്നു, പ്രത്യേകമായിട്ടുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നു. എങ്കിലല്ലേ അവർക്ക് ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? അല്ലെങ്കിൽ നമ്മൾ ആലോചിച്ചിരിക്കണം, അയ്യോ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ ആലോചിച്ച് പിന്നെ വഴിയൊക്കെ കണ്ടെത്തേണ്ടത് വരും. ട്രെയിനിങ് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യാം. നമ്മൾ പറഞ്ഞില്ലേ, സ്വിഫ്റ്റ്ലി വേഗത്തിൽ റെസ്പോണ്ട് ചെയ്യണം, 0 to 3 minutes അതിന്റെ ഉള്ളിൽ തന്നെ അവർ റെസ്പോണ്ട് ചെയ്യണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നോക്കിയേ, സ്റ്റാഫ് ട്രെയിനിങ് കവേഴ്സ് പ്രൊസീജിയർ ടു ഫോളോ ഇഫ് ദേ ബിക്കം എ ഹോസ്റ്റേജ് ഓർ വിക്ടിം. സ്റ്റാഫ് ട്രെയിനിങ് കവേഴ്സ് പ്രൊസീജിയർ ടു ഫോളോ. ജീവനക്കാരിൽ അവരുടെ സ്റ്റാഫുകള് അവരെങ്ങനെയാ നോക്കിയേ, ഫോളോ ഇഫ് ദേ ബിക്കം എ ഹോസ്റ്റേജ് ഓർ വിക്ടിം. ഒരു സംഭവത്തിന് അവർ സാക്ഷ്യം വഹിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ബന്ദികളാക്കുകയോ അല്ലെങ്കിൽ അതിന് ഇരയാകുകയോ, വിക്ടിം എന്ന് വെച്ചാൽ അതിന് ഇരയാകുമോ, ഒരു സിറ്റുവേഷനില് നമുക്ക് ഒരു നമുക്ക് എന്താ പേഷ്യൻസ് ഒക്കെ ആണെങ്കിലും അവരെ ബന്ദികളാക്കുകയോ അല്ലെങ്കിൽ അവരെ വിക്ടിമാവുകയോ ഇരയാവുകയോ ചെയ്താൽ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ കൂടി സ്റ്റാഫ് ട്രെയിനിങ്ങിൽ ഉൾപ്പെടുന്നു. അതായത് മനസ്സിലായോ അതെന്താണ്? ഇപ്പൊ സ്റ്റാഫിന് ട്രെയിനിങ് കൊടുക്കുമ്പോൾ അവർ ആ സംഭവത്തിൽ ഉൾപ്പെടുകയാണെങ്കിൽ, ആ സ്റ്റാഫിനെ ബന്ദിയാക്കുകയാണെങ്കിലും, അങ്ങനെ അവരതിനകത്ത് ബന്ദിയാക്കുകയാണെങ്കിലോ അവർ ആ സംഭവത്തിന് ഇരയാവുകയോ ചെയ്തു കഴിഞ്ഞാല് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, മറ്റുള്ളവരെ രക്ഷിക്കാനുള്ളത് നോക്കണം. ഇനി അവരഥവാ ആ സംഭവത്തിന് ഉൾപ്പെടുകയാണെങ്കിൽ അവര് എങ്ങനെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാം എന്നുള്ളതോ കുറിച്ചുള്ള ട്രെയിനിങ് കൂടി ഈ സ്റ്റാഫ് ട്രെയിനിങ്ങില് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? അത് സ്റ്റാഫ് ട്രെയിനിങ്ങിൽ എന്താ അവർ കവർ ചെയ്യുന്നത്? പ്രൊസീജിയർ ടു ഫോളോ ഇഫ് ദേ ബിക്കം എ ഹോസ്റ്റേജ്. അവര് ബന്ദിയാവുകയാണെങ്കിലോ അല്ലെങ്കിൽ അവരത് ആ ഒരു സംഭവത്തിന് ഇരയാവുകയോ ചെയ്താൽ എന്തൊക്കെ കാര്യങ്ങൾ അവർ ഫോളോ ചെയ്യണം എന്നുള്ളത്, ആ പ്രൊസീജിയർ എന്താണ് അല്ലെ, അതും കൂടി എന്ത് ചെയ്യുന്നു, സ്റ്റാഫ് ട്രെയിനിങ്ങിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? അതാണ് ട്രെയിനിങ് എഡ്യൂക്കേഷൻ. ഇത്രയേ ഉള്ളൂ. കോമൺ ആയിട്ട് പറഞ്ഞാൽ ഒരു സംഭവം ഉണ്ടാവുകയാണെങ്കിൽ അതിന് എന്തൊക്കെ കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരെങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള ഒരു എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും സ്റ്റാഫിന് കൊടുക്കുകയാണ്. അത് അവരെങ്ങനെ റെസ്പോണ്ട് ചെയ്യണം, അവർക്ക് സ്വയം എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും, അവർ മറ്റുള്ളവരെ എങ്ങനെ രക്ഷിക്കാൻ പറ്റും അല്ലെ, ആ എമർജൻസി സിറ്റുവേഷന്റെ റിസ്ക് എന്താണ് അത് മനസ്സിലാക്കണം കേട്ടോ. പൊട്ടൻഷ്യൽ എമർജൻസി സിറ്റുവേഷൻ അതെന്താണ്, അതൊക്കെ അതിനെ കുറിച്ച് അവർക്കുള്ള ഒരു അവയർനെസ് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ അതിനകത്ത് എല്ലാ ടീം മെമ്പേഴ്സിനും കൊടുക്കുന്നുണ്ട് അല്ലെ. എല്ലാ ടീം മെമ്പേഴ്സിനും അവർക്ക് ഓരോരുത്തരുടെ സ്പെസിഫിക് ആയിട്ടുള്ള റോൾസ്, റെസ്പോൺസിബിലിറ്റി, പല സാഹചര്യങ്ങള് റോൾസ്, റെസ്പോൺസിബിലിറ്റി ഒക്കെ ഉൾക്കൊണ്ട് തന്നെ അവർക്ക് പ്രത്യേക ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് പോയിന്റിൽ പറഞ്ഞേക്കുന്നത് ഇനി അവരഥവാ ആ സംഭവത്തിൽ ഉൾപ്പെടുകയാണെങ്കിൽ അല്ലെ, ഹോസ്റ്റേജ് ഓർ വിക്ടിം, അവര് ബന്ദിയാവോ അല്ലെങ്കിൽ ആ സംഭവത്തിന് ഇല്ലാതെയാവോ ചെയ്യുകയാണെങ്കിൽ അവർക്ക് എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാം എന്നുള്ളത് ട്രെയിനിങ്ങും ഈ സ്റ്റാഫ് ട്രെയിനിങ്ങിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ലേ? എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നില്ലേ? ഇനി കുറച്ചും കൂടി ഉള്ളു കേട്ടോ. ചാലഞ്ചസ് ഓഫ് ഇംപ്ലിമെന്റേഷൻ, അത് ഒരു പാരഗ്രാഫ് ആണ്. അതും കൂടി കഴിഞ്ഞ നമ്മുടെ ചാപ്റ്റർ കുഴപ്പമില്ല എന്നുള്ള നിഷ എളുപ്പമാണ് മെസ്സേജ് ചെയ്ത്, എളുപ്പല്ലേ? കുഴപ്പമില്ലാന്ന്. ഇത്രയും അതിന്റെതായും പാടുള്ള എത്ര ചാപ്റ്റർ നമ്മൾ കവർ ചെയ്ത് പോകുന്നു അല്ലെ. അതിന് വെച്ച് നോക്കുമ്പോൾ ഇത് ഈസിയാണ്. കോഡുകൾ തന്നെ പഠിച്ചാൽ നിങ്ങൾക്ക് ഒരുവിധം നല്ല മാർക്ക് തന്നെ കിട്ടും. എന്തായാലും 2 or 3 കോഡ് തന്നെ ചോദിക്കാറുണ്ട്. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ചലഞ്ചസ് ഓഫ് ഇംപ്ലിമെന്റേഷൻ. ഇതുപോലെ വലിയ പാരഗ്രാഫ്, അതിൽ നമുക്ക് ആ പാരഗ്രാഫ് വായിച്ചിട്ട് നോട്ട് ചെയ്ത് എന്താ പറയാ, അത് അണ്ടർലൈൻ ചെയ്ത് തരാം. പിന്നെ നമ്മൾ ആ ഒരു ചാപ്റ്ററിലെ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന് നിങ്ങൾ മറന്നുപോയോ? ഞാൻ മറന്നുപോയിട്ടില്ല കേട്ടോ.
എന്താ പറഞ്ഞ ഞാൻ നമ്മൾ ആ ലാസ്റ്റത്തെ പ്രിൻസിപ്പൾസ് കുറച്ച് കൺക്ലൂഷൻ പോലെ നമ്മളിങ്ങനെ പറഞ്ഞില്ലേ ലാസ്റ്റ് സെക്ഷനില് 2 പേജ് ഫുള്ള് എഴുതി നിറച്ചു വെച്ചത് ഇല്ലേ? അതിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ആക്കി നിങ്ങൾക്ക് പഠിക്കാനായിട്ട് എളുപ്പത്തിൽ തരാന്ന്. അപ്പൊ അതും നമുക്ക് ഇത് കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ അതും കൂടി തന്നേക്കാം കേട്ടോ. അല്ലെങ്കിൽ എനിക്കും ഒരു ഇതാണ് അത്രയും വായിച്ചു വലിയ വാരി വലിച്ച് പഠിക്കുമ്പോൾ ഒരു ഇതല്ലേ. അപ്പൊ അതിനെ മൊത്തത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ആ ഒരു കുറച്ചധികം പാരഗ്രാഫ് ഉണ്ടല്ലേ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ ലാസ്റ്റ് സെക്ഷനാണ് ഞാൻ പറഞ്ഞത് പ്രിൻസിപ്പിൾസിന്റെ. അപ്പൊ ഞാൻ ക്ലാസ് എടുത്തപ്പോ തന്നെ പറഞ്ഞായിരുന്നു ഇത് കണ്ടുകൊണ്ട് ആരും പേടിക്കേണ്ട. ഞാൻ അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഒബ്ജക്റ്റീവ് 1 വേർഡ് ക്വസ്റ്റ്യൻ ഞാൻ ക്ലാസ് കഴിയുമ്പോൾ തരാന്നുള്ളത് അല്ലേ. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് അതും കൂടി എഴുതാം. അതോടുകൂടി ക്ലാസ് കഴിയും. ഓക്കെ, നമ്മുടെ സമയവും തീരാറായി. ഓക്കെ, അപ്പൊ എന്താ പറയാ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. പിന്നെ നമ്മുടെ കോൺവെക്കേഷൻ സെറമണിയൊക്കെ ആയിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ. അപ്പൊ അത് PG-യിലെ നിങ്ങളുടെ ബാച്ചിലെ അത് നമ്മുടെ ലൈവിൽ തരുന്ന കുട്ടിയല്ല കേട്ടോ. മറ്റ് നമ്മുടെ അവര് എന്താ പറയാ ക്ലാസ് റെക്കോർഡ് ക്ലാസ് കയറുന്ന കുട്ടി. ആ കുട്ടി വന്ന് ഇങ്ങനെ സംസാരിച്ചായിരുന്നു കേട്ടോ. എന്റെ അടുത്ത് വന്നിട്ട് വേഗം എന്ന് പറഞ്ഞോണ്ട് വേഗം വന്ന് സംസാരിച്ചു. ക്ലാസ് ഒക്കെ കാണുന്നുണ്ട്, കുഴപ്പമില്ല, എളുപ്പമാണ്, നല്ല ക്ലാസ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കുട്ടി വന്ന് സംസാരിച്ചു. നമ്മുടെ ക്ലാസ് ഇരിക്കുന്ന ഇപ്പൊ പ്രസന്റ് എല്ലാ ദിവസവും കയറുന്ന കുട്ടിയല്ല, റെക്കോർഡ് എന്തോ ഇതായിട്ട് തിരക്കാണ്, റെക്കോർഡ് മാത്രം കാണുന്ന കുട്ടിയാന്നാ പറഞ്ഞു കേട്ടോ. ഓക്കെ, വേറെ എന്താ, എല്ലാവരും സുഖമായിരിക്കുന്നോ? നാളത്തെ ടൈം ടേബിൾ നിങ്ങൾക്ക് തന്നിട്ടില്ലേ? നാളെ തേഴ്സ്ഡേയിലെ ടൈം ടേബിൾ ആയിരിക്കും. ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടില്ല. ഇവിടെ തരൂ കേട്ടോ, ഇൻഫർമേഷൻ തരൂ കേട്ടോ. ഏതാണെന്ന് തേഴ്സ്ഡേയിലെ ആണെന്നാണ് പറഞ്ഞത്. തേഴ്സ്ഡേ നിങ്ങൾക്ക് ആരൊക്കെയാന്ന് വെച്ചാൽ അതിനനുസരിച്ച് നോക്കി വെച്ചാൽ മതി. ഓക്കെ ഓക്കെ, ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്തോട്ടെ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, ബൈ.